നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിൻ്റെ റെസിപ്പി സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികൾക്ക് ചോറിന് കുറച്ചധികം കറികൾ വേണം. എന്നും ഒരേ രീതിയിലുള്ള കറികൾ വെച്ച് മടുത്തില്ലേ? ഒരു ചേഞ്ചൊക്കെ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? അതുകൊണ്ട് ക്യാബേജും ഗ്രീൻ പീസും ചേർത്ത് ഒരു വെറൈറ്റി കറി പരീക്ഷിച്ചാലോ? ഇത് നമുക്കായി ഇന്നുണ്ടാക്കി കാണിച്ചു തരുന്നത് മീന ഭണ്ഡാരി. ക്യാബേജും ഗ്രീൻ പീസും ചേർത്തുള്ള ഈ പച്ചക്കറി കൂട്ടാൻ തയ്യാറാക്കാനായി നമുക്ക് വേണ്ടത് 250 ഗ്രാം ക്യാബേജ്, 1 കപ്പ് ഗ്രീൻ പീസ്, 2 കപ്പ് തക്കാളി പ്യൂരി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ ഓർഗാനിക് സോൾട്ട്, മല്ലിയില, 1 ടീസ്പൂൺ പച്ചമുളക് അരിഞ്ഞെടുത്തത്, ഇഞ്ചി അരിഞ്ഞെടുത്തത്, എണ്ണ. ഈ കറി തയ്യാറാക്കാൻ ആദ്യം ക്യാബേജ് ഇങ്ങനെ ചെറുതായി അരിഞ്ഞെടുക്കുക. അരിഞ്ഞെടുത്ത ക്യാബേജ് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരൽപ്പം എണ്ണ ചേർക്കുക. ഇതിലേക്ക് ജീരകം ചേർത്ത് ജീരകത്തിന്റെ നിറം മാറി വരുമ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് വഴറ്റാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ഇതിൽ ചേർത്ത് വഴറ്റാം. ഇതിലേക്ക് ഗ്രീൻ പീസ് കൂടെ ചേർത്ത് ഇളക്കുക. ഇനി അടുത്തതായി ഉപ്പ് കൂടെ ചേർക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി പ്യൂരി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി ഇളക്കിയ ശേഷം ഇത് ഒന്നുകൂടി അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി വീണ്ടും 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ക്യാബേജും ഗ്രീൻ പീസും കൊണ്ട് തയ്യാറാക്കിയ കറി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വ്യത്യസ്തമായ ഈ ക്യാബേജ് കറി അങ്ങനെ തയ്യാറായി കഴിഞ്ഞു. നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ മുകളിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് അലങ്കരിക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ. ഇതുപോലുള്ള മറ്റൊരു വിഭവങ്ങൾ നിങ്ങൾക്ക് മുമ്പിലെത്താൻ സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഭവമായി വീണ്ടും വരുന്നതുവരെ നന്ദി.